ബിഗ് ബോസ് മലയാളത്തിന്റെ സ്പോൺസർ ആയിട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിലെ റോയ് സാർ മരണപ്പെട്ടു. ഇനി ബിഗ് ബോസ് ഇല്ല. കാരണം ആര് കാശ് കൊടുക്കും? 50 ലക്ഷം ആര് കൊടുക്കും? എന്താണ് സംഭവം? കുറേ കമന്റ്സ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബിഗ് ബോസ് പോലത്തെ മറ്റൊരു പുതിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിനെക്കാളും അടിപൊളിയായിട്ട് തുടങ്ങാൻ പോവാണ്. അതിന്റെ കണ്ടസ്റ്റന്റ് അപ്ഡേറ്റുകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ഹോസ്റ്റ്, ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 നിലവിലെ സ്റ്റാറ്റസ്, അതിന്റെ ഓഡിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതുവരെ ആയി, അതിന്റെ ഈ പറയുന്ന പോലെ സ്പോൺസർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷോ നിന്ന് പോകുമോ എന്നൊക്കെയുള്ള ബിഗ് ബോസിന്റെയും ദ 50യുടെയും കുറച്ച് ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം തന്നെ പറയുന്നു, ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി റോയ് സാറിന്റെ ആ ഒരു മരണം. ഞാൻ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്താണ് അത് അറിഞ്ഞത്. അന്നേരം എനിക്കത് വിറ്റ് കാശാക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ വന്നത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇടാതിരുന്നത്. എനിക്ക് വേണമെങ്കിൽ അയ്യോ ബിഗ് ബോസ് നിന്ന് പോയേ, റോയ് സാർ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വന്നിടന്ന് നിങ്ങളുടെ മുന്നിൽ കിടന്ന് കുറെ വീഡിയോസ് ഇടായിരുന്നു. ഞാൻ അന്നേരം ഇടാതെ ഒരു പോസ്റ്റിലൂടെ ഞാൻ ഒതുക്കിയത്. എനിക്കത് വിറ്റ് കാശാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം വന്ന് ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം തീർന്നണഞ്ഞിട്ട് ബാക്കി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അത് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ദാറ്റ്സ് ദ റീസൺ. അപ്പോൾ റോയ് സാർ മരണപ്പെട്ടു. ശരിക്കും ഭയങ്കര വിഷമമാണ്. നമുക്കറിയാം ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ തവണ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ളത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. കാരണം എപ്പോഴും ഒരു 70-75 ദിവസമൊക്കെ ആകുമ്പോൾ TV യിൽ പരസ്യം കാണിക്കും, വിജയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്നു 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് ഈ സീസണിലാണ് മൈജി സ്പോൺസർ ചെയ്തത്, മൈജിയാണ് കൊടുത്തത്. എന്നിട്ട് പോലും റോയ് സാറിന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്ത് ചെയ്തു? അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പൊ റോയ് സാറിന്റെ മരണം ഈ പറഞ്ഞതുപോലെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് അറിയത്തുമില്ല, വ്യക്തമായിട്ടുള്ള കാര്യം അറിയാതെ പറയുകയും വേണ്ട, എന്തോ ആവട്ടെ. പക്ഷേ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഒരു സ്പോൺസർഷിപ്പ് ബിഗ് ബോസിന് വരാത്തത് കൊണ്ട് ബിഗ് ബോസിന് ഒരു തിരിച്ചടി ആയിരിക്കും. അത് ഒരു ഉറപ്പായിട്ടും ഉണ്ടാവും, തിരിച്ചടി ഉണ്ടാവും. ഇനി അതിന്റെ ബാക്കി മേൽനോട്ടങ്ങൾ വഹിക്കുന്ന ആരാണ്, അവർക്കും ചിലപ്പോൾ ഇതുപോലെ സ്പോൺസർഷിപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കില്ല. പക്ഷേ കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒന്നും നിന്ന് പോകത്തില്ല. കാരണം ബിഗ് ബോസിന് അതിനേക്കാൾ ചിലപ്പം നല്ല നല്ല സ്പോൺസേഴ്സ് വേറെ കിട്ടുമായിരിക്കാം. ഇപ്പം IG ആണ് ഇത്തവണ കൊടുത്തത്. കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് അവസാന നിമിഷത്തിലാണ് സ്പോൺസേഴ്സ് കൺഫേം ആയത്. ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ അതിന്റെ ബിഗ് ബോസിന് എമൗണ്ട് കൊടുക്കേണ്ടി വന്നേരം 30-35 ലാക്ക് എന്തോ ആണ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നീടാണ് മൈജിയുടെ ഈ പറയുന്നത് പോലത്തെ ഇത് വന്നാന്നാണ് അറിയുന്നത്. ഇത്തവണ കോൺഫിഡന്റ് ഗ്രൂപ്പിലെ റോയ് സാർ ഉണ്ടായിരുന്നല്ലോ. എല്ലാ ഫിനാലയിലും റോയ് സാറിനെ വിളിക്കാറുണ്ട്, റോയ് സാർ വരാറുണ്ട്, നമ്മളെല്ലാവരും അത് കാണുന്നതുമാണ്. അപ്പോൾ ശരിക്കും വിഷമമാണ്. പക്ഷെ ബിഗ് ബോസ് എന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആ ഒരു സ്പോൺസർഷിപ്പ് ഇല്ല എന്ന് വെച്ച് നിന്ന് പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അല്ലേ? ഒരു സ്പോൺസർ പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്പോൺസർ വരും. പക്ഷെ ശരിക്കും വിഷമമുണ്ട് മക്കളെ, ശരിക്കും വിഷമമുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഷോക്കായി പോയി. കാരണം നമുക്ക് എന്താ പറയാ, കേട്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ക്രൂവിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു 100-400 പേരും അങ്ങടെ ഇങ്ങടെങ്കിലും പേരുകളെങ്കിലും കേട്ട് നമുക്കൊക്കെ അറിവുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷമമായി പോയി. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മുടെ ബിഗ് ബോസ് മലയാളം 8 നിലവിലെ സ്റ്റാറ്റസ് അത് പറഞ്ഞിട്ട് ദ 50 റിയാലിറ്റി ഷോയുടെ കാര്യങ്ങളിലോട്ട് പോവാം. ഞാൻ അറിയുന്നത് ലാലേട്ടന്റെ ഡേറ്റിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. സീസൺ എപ്പോൾ തുടങ്ങണം, ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയാലല്ലേ ഷോ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഓഡീഷൻ ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ആയതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ അറിയുവാണെങ്കിൽ നിങ്ങളോട് പറയാം. ഇനി നമ്മുടെ ബിഗ് ബോസ് പോലെ തന്നെ എന്നാൽ ബിഗ് ബോസിനെക്കാളും അടിപൊളിയായിട്ട് ഒരു റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവാണ്. ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഈ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ, ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും. 10:30 കളേഴ്സ് TVയിൽ ഹിന്ദിയിൽ വരും. ഈ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത, ഓൾറെഡി ഇതിനെക്കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം പറയുന്നുണ്ട്, എന്താണ് ആ റിയാലിറ്റി ഷോ എന്നുള്ളത്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറയാം. വലിയൊരു മഹലാണ്, മാൻഷനാണ്. മാൻഷനിൽ 50 കണ്ടസ്റ്റന്റ് ആണ്. ഇവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ ഒന്നും അല്ല ഔട്ട് ആവുന്നത്. ടാസ്ക് കൊടുക്കും, ടാസ്കിലൂടെ കളിച്ച് തോക്കുന്നവരാണ് ഔട്ട് ആവുന്നത്. ടാസ്കിലൂടെ ജയിക്കുന്നവർക്ക് സ്പെഷ്യൽ നോമിനേഷൻ പവർ ഉണ്ട്, സ്പെഷ്യൽ എലിമിനേഷൻ പവർ ഉണ്ട്. ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാം, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. ഇതെല്ലാം അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് നടക്കുന്ന ചതിയായാലും വഞ്ചനയായാലും സ്നേഹവും പ്രണയവും കാതലും എല്ലാം അതിനകത്ത് അവരെത്ര കണ്ടാലും പ്രേക്ഷകർക്കൊന്നും ഒന്നും കുത്താൻ പറ്റത്തില്ല. ടാസ്കിൽ തോക്കുമോ ഔട്ടാവും. അതാണ് നോ റൂൾസ് ആണ് ഇതിന്റെ ടാഗ് ആയിട്ട് വരുന്നത്. ലയൺ എന്ന് പറയുന്ന ആളാണ് ഈ എന്താ പറയാ, ഈ ദ 50നെ നിയന്ത്രിക്കുന്നത്. ഒരു എന്താ പറയാ, സിംഹത്തിന്റെ ഒരു തലയിലൊരു ഇതൊക്കെ വെച്ചിട്ട് ഒരാളാണ്. ഇതിന്റെ ഹോസ്റ്റ്
കേൾക്കുന്നത് ഷാറൂഖ് ഖാന്റെ പേര് കേൾക്കുന്നുണ്ട്, ഫറാഖ് ഖാന്റെ പേരും കേൾക്കുന്നുണ്ട്. ഇത് ആരാണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഷാറൂഖ് ഖാൻ ആണെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ലയണാണ്, തലയിൽ ഇങ്ങനെ, അത് മാറ്റത്തില്ല, തലയിൽ ഇങ്ങനെ ഒരു ലയണിന്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി 50 കണ്ടസ്റ്റൻസിൽ കൂടുതലും ബിഗ് ബോസ് ആൾക്കാർ, ബിഗ് ബോസിന് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ബിഗ് ബോസിലുള്ള ആൾക്കാരാണല്ലോ. ഇന്ന് മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കാണാൻ മറക്കരുത്. കളേഴ്സ് TV ഇല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിലെങ്കിലും കാണാം നിങ്ങൾക്ക്. ഇതിനകത്ത് 50 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ഈ കണ്ടസ്റ്റൻസ് എല്ലാം ജയിച്ചിട്ട് പ്രേക്ഷകരുമായിട്ട് ബെറ്റ് വെച്ചിട്ട് പ്രേക്ഷകർക്കാണ് വിന്നിങ് എമൗണ്ട് കിട്ടുന്നത്. അതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേക്ഷകർക്കാണ് ഇതിന്റെ വിന്നിങ് എമൗണ്ട് പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം കിട്ടുന്നത് പ്രേക്ഷകർക്കാണ്. ഇത് ഫ്രഞ്ച് റിയാലിറ്റി ഷോ ആണ്. ഞാൻ മുന്നേ നിങ്ങളുടെ ഇതിന്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലോസ് 50 അമേരിക്കൻ റിയാലിറ്റി ഷോ ആണ്. അപ്പം ഇതിന്റെ മലയാളം വെർഷൻ വരുമ്പോൾ, അല്ല മലയാളം വെർഷൻ വന്നാൽ നന്നായിരിക്കും. ഇപ്പൊ ഹിന്ദി വെർഷൻ വരുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കാം. എന്തായാലും കണ്ടസ്റ്റൻസിലോട്ട് പോകും. ആദ്യം ഞാൻ ബിഗ് ബോസിലുണ്ടാകുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് പറയാമേ. ദിവ്യ അഗർവാൾ ബിഗ് ബോസ് OTT 2 വിന്നറാണ്. ഷിവ് തക്കാരെ സീസൺ 16 വിന്നറാണ്. സീസൺ 16 ഉണ്ടായിരുന്നു. മറാത്തി 2 വിന്നറാണ്. ഉർവശി ധോലാക്കിയ സീസൺ 6 വിന്നർ. നിക്കി തമ്പോളി സീസൺ 14. അർച്ചന ഗൗതം സീസൺ 16. മനീഷ റാണി OTT 2. ബേബിക ധ്രുവെ OTT 2. ലോകേഷ് കതാരിയ OTT 3. അദ്നാൻ ഷേഖ് 18. ചാഹത് പാണ്ഡെ സീസൺ 18. ഫിറോസ ഖാൻ സീസൺ 17. രജത് ദലാൽ സീസൺ 18. ശ്രുതിക അർജുൻ സീസൺ 18. ജാൻവി കിരൺ കില്ലേക്കർ മറാത്തി സീസൺ 5. തേജസ്വി മദിവാത്ത തെലുഗു സീസൺ 2. ദിഗ്വിജയ് സിംഗ് റാത്തീസ് സീസൺ 18. സിബേത് തോമർ സ്പ്ലിറ്റ്സ് വില്ല. അർബാസ് പട്ടേൽ സ്പ്ലിറ്റ്സ് വില്ല. ഭവ്യ സിംഗ് സ്പ്ലിറ്റ്സ് വില്ല. കരൺ പട്ടേൽ. ഇങ്ങനെയാണ്, ഇത്രയാണ് ബിഗ് ബോസിലും സ്പ്ലിറ്റ്സ് വില്ലയിലുള്ള ആൾക്കാർ. ഞാൻ ജനറലി പടപടാ വായിച്ചു പോവാം. മൊത്തം 50 കണ്ടസ്റ്റൻസിന്റെ പേര്: കരൺ പട്ടേൽ, ഫൈസൽ ഷേഖ്, ദിവ്യ അഗർവാൾ, പ്രിൻസ് നരൂല, യുവിക ചൗധരി, ഷിവ് തക്കാരെ, മനീഷ റാണി, രജത് ദലാൽ, ദിഗ്വിജയ് സിംഗ് റാത്തെ, സിവത് തോമർ, റിതിമ പണ്ഡിറ്റ്, റിതിമയൊക്കെ ഉണ്ട് കേട്ടോ, ഉർവശി ധോലാക്കിയ, റിതി ദോഗ്ര, മൊണാലിസയൊക്കെ ഭയങ്കര വലിയ ഹ്യൂജ് പെയ്ഡ് ആർട്ടിസ്റ്റുകളാണ് ഹിന്ദിയിലെ. വിക്രാന്ത് സിംഗ് രാജ്പുത്, നിക്കി തമ്പോളി, അർബാസ് പട്ടേൽ, ലോകേഷ് കതാരിയ, ദിനോ ജെയിംസ്, കൃഷ്ണ ശ്രോഫ്, സപ്ന ചൗധരി, ഷൈനി ഡോഷി, ചാഹത് പാണ്ഡെ, ഫിറോസ ഖാൻ, സിദ്ധാർത്ഥ് ഭർദ്വാജ്, അർച്ചന ഗൗതം. എൻ്റെ പൊന്നെ, സീസൺ 16 ഫിസിക്കൽ അസോൾട്ട് വരെ നടത്തിയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ വുമൻ. അടുത്ത ശ്രുതിക, ദുഷ്യന്ത് കുക്രേജ, വൻഷാജ് സിംഗ്, നേഹാൽ ചുദ്സമ, ബേബിക ധ്രുവെ, അദ്നാൻ ഷേഖ്, ഫൈസ് ബലോച്ച്, ഹസ്നൈൻ ഖാൻ, ഷദാൻ ഫറൂഖി, ഹമീദ് ബർക്സി, മക്സ്റ്റേൻ, സുമൈറ ഷേഖ്, സൗരഭ് ഗഡ്ജെ, അരൂഷി ചോല, ആര്യ ജദാവ്, കാക്ക, യങ് സാമി, ജനവി കിരൺ ഖില്ലേക്കർ, തേജസ്വി മടിവാഡ, ഭവ്യ സിംഗ്, ഡിംബൽ സിംഗ്, നീലംഗിരി, അർച്ചിത് കൗശിക്, ലക്ഷൈ കൗശിക്. പേരുകളൊക്കെ ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ തെറ്റായിരിക്കാം, സ്പെല്ലിംഗ് ഒക്കെ നോക്കി വായിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബിഗ് ബോസിൽ തന്നെ കുറേ ഡ്രാമ ക്വീൻസ് ഇതിനകത്തുണ്ട്, വിന്നേഴ്സ് ഉണ്ട്, പോപ്പുലർ സെലിബ്രിറ്റീസ് ഉണ്ട്. 50 സെലിബ്രിറ്റീസ് ആണ് ഇതെല്ലാം. ഈ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ കാണുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയല്ല, ഇത് മൊത്തം സെലിബ്രിറ്റീസ് ആണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് തന്നെ വമ്പൻ അടി പൊട്ടാനുള്ള നല്ല ഇഷ്ടംപോലെ പ്രൊമോസ് വരുന്നുണ്ട്. ഇത് പിന്നെ തലേ ദിവസം നടക്കുന്നതല്ല കേട്ടോ, പിറ്റേന്ന് കാണിക്കുന്നത്. ഒരാഴ്ചയായി സാധനം തുടങ്ങി, ഇതിന്റെ ഒറിജിനൽ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇന്ന് മുതലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ലോകേഷ് ഔട്ടായെന്ന് കേൾക്കുന്നുണ്ട്, ബേബിക ഔട്ടായെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇതിനകത്ത് സീക്രസി ഒന്നും ഇല്ല, നമ്മുടെ ബിഗ് ബോസ് മാതിരിയൊന്നും അല്ല. കാരണം എല്ലാവരും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ പാതി ലയൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലൊക്കെ ഇതുപോലത്തെ ഷോ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. കാരണം നമുക്കൊരു ബിഗ് ബോസ് മാത്രം ഉണ്ട് ഇവിടെ. നമ്മൾ അത് മാത്രം, ഹിന്ദിക്കാരുടെ എന്തെല്ലാം ഉണ്ടെന്നറിയാം റിവ്യൂ ചെയ്യാൻ. ബിഗ് ബോസ്, സ്പ്ലിറ്റ്സ് വില്ല, ഇപ്പൊ പുതിയതായിട്ട് ചോരിയ ചലി ഗാവോ, പിന്നെ ഇത് എന്താണ് ഇപ്പൊ ദ 50, അവിടെ ചാകരയാണ് റിവ്യൂ, റിയാലിറ്റി ഷോയുടെ ചാകരയാണ്. നമുക്കിവിടെ ബിഗ് ബോസും കൂടിപ്പോയാൽ വേണമെങ്കിൽ സ്റ്റാർ സിംഗറിനൊക്കെ ഒരെണ്ണം പറയാം ചെറുതായിട്ട്, അല്ലാതെ വേറെ ഒന്നും നമുക്കിവിടെ ഇല്ല. സോ മലയാളത്തിലൊക്കെ ഇതുപോലത്തെ റിയാലിറ്റി ഷോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ മറക്കാതെ കാണുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഇൻ ദ 50 ആർ എന്താ പറയുക, കൂടുതലും ഇതിനകത്തുള്ളവരാണ്, ബിഗ് ബോസ് ഉള്ളവരാണ്. സോ ബിഗ് ബോസിലെ ആൾക്കാർ വിജയിപ്പിച്ച ആൾക്കാർ, അപ്പോൾ വിജയിപ്പിച്ച ആൾക്കാർ തമ്മിലുള്ള മത്സരം എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടറിയാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബിഗ് ബോസിൻ്റെയും ദ 50യുടെയും അപ്ഡേറ്റുകൾ. നിങ്ങൾ മറക്കാതെ മടിക്കാതെ ഇന്നത്തെ എപ്പിസോഡ് ഗ്രാൻഡ് പ്രീമിയർ ആണെന്ന് കാണണം, കണ്ടിട്ട് മറക്കാതെ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇടണോ എന്നുള്ളത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആഴ്ചയിലെങ്കിൽ ഒരെണ്ണം ഇടാൻ പറ്റുമെങ്കിൽ ഇടാം, കൂടുതൽ ഉറപ്പുകളിലോട്ടൊന്നും പോകുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. റോയ് സാറിൻ്റെ വിയോഗത്തിൽ ഒത്തിരി വിഷമമുണ്ട്. ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ.
നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും മസ്റ്റായിട്ട് കമന്റ് ബോക്സിൽ പറയുക. മലയാളം ബിഗ് ബോസിന്റെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. എന്താ 50 എന്തെങ്കിലുമൊക്കെ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ അറിയുവാണെങ്കിൽ വരാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ, അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മടിക്കാതെ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് തരാൻ കമന്റ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.